രണ്ടാമത്തെ ചോദ്യം ഇതാ. ലേഖ 3 വർഷത്തെ കോഴ്സ് ചെയ്യാൻ ഏത് രാജ്യത്തേക്ക് പോകണം എന്നാണ് പറയുന്നത്? എ അമേരിക്ക, ബി ജർമ്മനി, സി ഇംഗ്ലണ്ട്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അനു ഇംഗ്ലണ്ട് ആണെന്നാ എനിക്കൊരു ഓർമ്മ. സാധാരണ നമ്മള് എന്താ പറയാ ഇംഗ്ലണ്ടിൽ പോയിട്ട് പഠിക്കാറുണ്ടല്ലോ അല്ലെ, നമ്മുടെ നാട്ടിൽ നിന്നൊക്കെയുള്ള ആളുകൾ ഒരുപാട്. അപ്പൊ നമുക്ക് ആ ഒരു ഗസ്റ്റിട്ട് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു നോക്കാവുന്നതാണ്. ഉറപ്പാണെങ്കിൽ ഇംഗ്ലണ്ട്. ഉറപ്പിച്ചാ? ഓപ്ഷൻ സി ഇംഗ്ലണ്ട് ഉറപ്പിച്ചിരിക്കുകയാണ്. ഞാൻ എടുത്തിട്ട് പൂട്ടുകയും ചെയ്തു. ഇനി ആ പൂട്ട് അഴിക്കാനും പറ്റത്തില്ല. ഓക്കെ, അപ്പൊ അനുവിന്റെ അടുത്തൊരു ചെറിയ ചോദ്യം. ആകാശത്ത് സഞ്ചരിക്കും, ഭൂമിയിൽ പ്രസവിക്കും, ആ ജീവിയുടെ പേരെന്താണ്? കാക്കക്കുയിൽ അങ്ങനെ എന്തെങ്കിലും ആണോ? കാക്കക്കുയിൽ പ്രസവിക്കല്ലോ, മുട്ടയിടില്ലേ ചെയ്യുന്നത്? കാക്ക മുട്ടയിടില്ലേ? അതാണ്. ആണല്ലോ. കിളിയിൽ എന്താ പ്രസവിക്കുന്നത്? കുസൃതി ചോദ്യമാണ്. ശരത്ത് പറഞ്ഞു തരും. അനു ശരത്തിനെ സഹായിച്ചില്ല. പക്ഷെ ഇത് അതിനേക്കാളും കട്ടിയുള്ള ചോദ്യമായി. ആകാശത്ത് പ്രസവിക്കും, അല്ല ആകാശത്ത് സഞ്ചരിക്കും. ഇപ്പൊ പുള്ളി പറയുന്നത് നേരെ തിരിച്ചായി. ആകാശത്ത് പ്രസവിക്കും, ഭൂമിയിൽ സഞ്ചരിക്കും. അപ്പൊ ഞാൻ തന്നെ പറയാം. ആകാശത്ത് സഞ്ചരിക്കും, ഭൂമിയിൽ പ്രസവിക്കും. എയർ ഹോസ്റ്റസ്. ആ ഒരു തലത്തിലേക്ക് ഞാൻ പോയില്ല കേട്ടോ, സത്യം. രണ്ടാമത്തെ ചോദ്യത്തിന് ശരത്ത് പറഞ്ഞിരിക്കുന്നത് സി ഇംഗ്ലണ്ട് ആണ്. ഇംഗ്ലണ്ട് ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻ. അനു ഇപ്പൊ എവിടാ താമസിക്കുന്നേ? ഞാനിപ്പോ ട്രിവാൻഡ്രത്തുണ്ട് സർ. വീട് കാസർഗോഡാണ് ശരിക്കും. ട്രിവാൻഡ്രത്ത് ഷൂട്ടിന്റെ ആവശ്യമൊക്കെ ആയിട്ട് ട്രിവാൻഡ്രത്താണുള്ളത്. കാസർഗോഡ് ഭാഷ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഭാഷയല്ലേ? അതെ. അതെങ്ങനെയാണത്? എനിക്ക് അത്ര നന്നായിട്ട് അറിഞ്ഞുകൂടാ. ഞങ്ങൾ കോട്ടയത്ത് നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് അങ്ങോട്ട് പോയ ആളുകളാണ്. അപ്പൊ ഞങ്ങളുടെ ഏരിയയിൽ മൊത്തം ഈ കോട്ടയ ശൈലിയിലാണ് സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത്ര കറക്റ്റ് ആയിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും അറിയാം, കേട്ടറിയാം. മമ്മൂക്കയുടെ ഒരു പടത്തിനകത്തുണ്ട്, വളരെ ഏത് പടമാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. പുത്തൻ പണം. അതിനകത്ത് കാസർഗോഡ് ഭാഷ സൂപ്പറായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതെ അതെ അതെ, അസലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ തൃശ്ശൂർ ഭാഷയിലൊരു പടം വന്നിട്ടുണ്ട്, പ്രാഞ്ചിയേട്ടൻ. അത് കലക്കി. അതുപോലെ തന്നെ തിരുവനന്തപുരം ഭാഷയിൽ ഒരെണ്ണം വന്നിട്ടുണ്ട്, രാജമാണിക്യം. ഓക്കെ, അപ്പോ മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കുകയാണ്. ദ തേർഡ് ക്വസ്റ്റ്യൻ ഇതാ. ചന്ദ്രലേഖ എന്ന ചിത്രത്തിൽ മോഹൻലാലിന്റെ അച്ഛന്റെ പേരെന്താണ്? എ രവീന്ദ്രൻ നായർ, ബി ഗോവിന്ദൻ നായർ, സി ശങ്കരക്കുറുപ്പ്. ടൈം സ്റ്റാർട്ട്സ് നൗ. അനു ഒന്നുകൂടെ സഹായിക്കണം. രവീന്ദ്രൻ നായരാണെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ എന്താണ് നായർ ഇങ്ങനെ സംസാരിക്കുന്നത്? എന്നോടൊന്ന് ചോദിച്ചിട്ടുണ്ട് ലാലേട്ടൻ, എങ്കിൽ പോലും എന്ന് വിചാരിച്ചുകൊണ്ട് അത് രവീന്ദ്രൻ നായർ ആവണമെന്നില്ലല്ലോ. ടൈം തീരാറായി. ഗോവിന്ദൻ നായർ. ബി ഗോവിന്ദൻ നായരാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ എടുത്തിട്ട് പൂട്ടുകയാണ്. ഐ എം സോറി. കാരണം വേറൊന്നുമല്ല, കാരണം അത് അനുവും ഒന്നിട്ട് കുഴക്കി, നായരെന്നൊക്കെ ഇട്ട് പറഞ്ഞ് കുഴക്കി. രവീന്ദ്രൻ നായർ ചിലപ്പോൾ ശരി ഉത്തരവായിരിക്കും കേട്ടോ. ഓ, നിങ്ങൾ ശത്രുക്കളായി കഴിഞ്ഞു. സോ ബി ഗോവിന്ദൻ നായരെ ഞാൻ എടുത്തിട്ട് അങ്ങ് പൂട്ടി. പാവം നായർ ഇനി എപ്പോഴാണ് പൂട്ടഴിച്ചിറങ്ങാൻ പോണത്? എന്തെങ്കിലും ഒരു മിമിക്രി കാണിച്ചോളൂ. അയ്യോ, മിമിക്രി സാറേ. ചന്ദ്രലേഖ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്താ അറിയോ? താമരപ്പൂവിൽ വാഴും ആ പാട്ടിന്റെ നീ പൂനിലാക്കടലിൽ പൂക്കും പുണ്യമല്ലോ നീ. ഓ ലലലലാലാ താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ. പൂനിലാക്കടലിൽ
പൂക്കും പുണ്യമല്ലോ നീ. ഇതിൻ്റെ ഒരു വലിയൊരു കോയിൻസിഡൻസ് ഞാൻ പറയട്ടെ. ഞാനിപ്പോൾ കഴിഞ്ഞ ഒരു 4 ദിവസത്തിന് മുമ്പ് നമ്മുടെ ബി ഉണ്ണികൃഷ്ണൻ പുതുതായിട്ട് എടുക്കുന്ന ഒരു ചിത്രം, അതായത് മോഹൻലാലാണ് അഭിനയിക്കുന്നത്, ഈ നവംബർ 15 തുടങ്ങുകയാണ്. ആ ചിത്രത്തിൽ ഞാൻ പാടി ഉണ്ണിക്കും അതിൻ്റെ രാഹുൽ രാജ് എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർക്കും മോഹൻലാലിനും ഒക്കെ ഭയങ്കര ഇഷ്ടമായി. അവരെന്നെ വിളിച്ച് ഒരുപാട് സന്തോഷം പ്രകടിപ്പിച്ചു. എന്നിട്ട് ഈ ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ഡയറക്ടർ പറഞ്ഞു, ഇതിനകത്ത് ഈ ചന്ദ്രലേഖയിലെ പാട്ടിൻ്റെ ഈ താമരപ്പൂവിൽ എന്ന് പറഞ്ഞ പാട്ടിൻ്റെ ഒരു സ്വരമുണ്ട്, അത് ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരൊറ്റ കീറിയതാണ്. വർഷം കുറേ കഴിഞ്ഞിട്ട് അവർക്ക് സിനിമയിലേക്ക് അത് വീണ്ടും ആ ഭാഗം മാത്രം എടുത്ത് റെക്കോർഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ അത് പാടിയാൽ ശരിയാവുമോ എന്ന് തോന്നുന്നില്ല. കാരണം അത് അന്നത്തെ ആ പ്രായത്തിൻ്റെ ഒരു തിളപ്പിൻ്റെ മുകളിൽ ഞാനങ്ങ് പാടിപ്പോയതാണ്. പിന്നെ പാടിയ അത് അന്നൊക്കെ എടുക്കുന്നതും ഒറ്റ ടേക്ക് എടുക്കുന്നത്, അല്ലാതെ ഈ പഞ്ച് ചെയ്തിട്ടല്ല. ഞാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞു. ഞാനൊന്ന് ശ്രമിക്കാൻ പോവാണ്, നിങ്ങളൊക്കെ ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത്. സോ ബി ഗോവിന്ദൻ നായരെ എടുത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. ഗോവിന്ദൻ നായർ ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്.